സ്നേഹപൂർവ്വം ശ്യാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വരുൺ പറയണേണ്, താൻ നോക്കിക്കോ, എനിക്ക് വേറെ ജോലിയൊന്നും കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ, തൻ്റെ കാറ്ററിംഗ് ബിസിനസ്സിൽ ഞാനും കൂടും. തൻ്റെ പാചകത്തിലുള്ള കഴിവും എൻ്റെ ബിസിനസ്സിലുള്ള കഴിവും കൂടി ഒത്തുചേർന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ ആറ്റുവശ്ശേരി സദ്യ ഉണ്ടല്ലോ, അതൊരു വലിയ ബ്രാൻഡാക്കി തന്നെ മാറ്റാം. പിന്നെ ഈ നാട് മുഴുവൻ തന്നെക്കുറിച്ചും നമ്മുടെ ആറ്റുവശ്ശേരി സദ്യനെക്കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും, അതിനെക്കുറിച്ചുള്ള പരസ്യങ്ങളായിരിക്കും. താ നോക്കിക്കേ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ആ കാര്യങ്ങളൊക്കെ. റോഡിലും മറ്റുമൊക്കെ തൻ്റെ ഫോട്ടോ വലിയ ബാനറിൽ വന്ന് നമ്മുടെ കാറ്ററിംഗ് കമ്പനീനെക്കുറിച്ചുള്ള പരസ്യം വരുന്ന കാര്യമൊക്കെ. അതൊക്കെ കേട്ടിട്ട് രാധിക പറയണേ, ആഹാ കൊള്ളാല സ്വപ്നങ്ങളൊക്കെ, എന്ത് വലിയ മോഹങ്ങളാണ്. തൽക്കാലം ഇപ്പോൾ സാറ് ആ സവാള മാത്രം അരിഞ്ഞു തന്നാൽ മതി കേട്ടോ. അങ്ങനെ പറഞ്ഞ് അവർ സന്തോഷത്തോടെ അവിടെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് പ്രിയങ്കേനെയും സുകുമാരിനെയാണ് കേട്ടോ. ഈ സമയം സുകുമാരിയാണെങ്കിൽ ലൊക്കേഷനിലേക്ക് പോകാനായിട്ട് അണിഞ്ഞൊരുങ്ങി റെഡിയായി നിൽക്കുവാണ്. ഈ സമയത്ത് പ്രിയങ്ക റെഡിയായിട്ട് അങ്ങോട്ടേക്ക് എത്തുക. അന്നേരം പ്രിയങ്കയെ കാണുന്നതും സുകുമാരി പറയണേ, ആഹാ മോളെ, പ്രിയങ്ക മോളെ, നീ ഇന്ന് നല്ലപോലെ ഒരുങ്ങിയിട്ടുണ്ടല്ലോ, നിന്നെ കാണാനിടുന്നൊരു പ്രത്യേക ഭംഗിയുണ്ട്. അന്നേരം പ്രിയങ്ക പറയണേ, പിന്നെ ഒരുങ്ങാതിരിക്കാൻ പറ്റുമോ മുത്തശ്ശി, നമ്മുടെ ആ ജന്മശത്രുവായ രാധിക ഇന്ന് ലൊക്കേഷനിലേക്ക് വരുമല്ലേ, അവൾ നമുക്ക് നമ്മുടെ കാൽ ചൂട്ടി കിട്ടാൻ പോകുമല്ലേ, അപ്പോൾ നമ്മൾ ഒന്ന് ഒരുങ്ങി തന്നെ ചെല്ലണ്ടേ, നമ്മുടെ പത്രാസ് എന്താണെന്ന് അവളെ ശരിക്കൊന്ന് കാണിച്ചു കൊടുക്കണ്ടേ. നമ്മളിപ്പോൾ പഴയ സുകുമാരി പ്രിയങ്കയല്ലെന്ന് അവളെ ബോധ്യപ്പെടുത്തണം. അവൾ നാണം കെട്ടും. നമ്മുടെ ലൊക്കേഷനിൽ നിന്ന് ഇറങ്ങിപ്പോണം. നമ്മൾ പറയുന്ന വാക്കുകൾ കേട്ടിട്ടുണ്ടല്ലോ, അവൾക്ക് അവളുടെ ജീവിതം തന്നെ മടുക്കണം. ജീവിതം മടുത്ത് അവൾ തന്നെ സ്വയം അവളുടെ ജീവനം ഇല്ലാണ്ടാക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം നമ്മൾ ചെയ്യാനായിട്ട്. നമ്മളോട് അവൾ ചെയ്തതിനെല്ലാത്തിനും നമുക്ക് കണക്ക് ചോദിക്കാൻ കിട്ടുന്ന അവസരമാണ്. അത് ഒരിക്കലും പാഴാക്കരുത് മുത്തശ്ശി. മുത്തശ്ശി അത് കൃത്യമായിട്ട് തന്നെ ചെയ്യണം. എല്ലാ കാര്യങ്ങളും ഞാൻ മുത്തശ്ശിക്ക് വിട്ടു തരുവാണ്. അവൾ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഓടണം. അതെനിക്ക് കാണണം മുത്തശ്ശി. എൻ്റെ പ്രിയങ്കമോളെ, നീ മുത്തശ്ശിയുടെ ഒരാഗ്രഹം പറഞ്ഞാൽ അത് മുത്തശ്ശി എന്ത് വില കൊടുത്ത് നടത്തി തരുമല്ലോ. നീ കണ്ടോ, രാധിക അവളുടെ കാറ്ററിംഗ് യൂണിറ്റും എല്ലാം ഇന്നത്തോടെ തീരുവടി. അവൾ കരഞ്ഞ് നിലവിളിച്ച് ഇന്ന് നമ്മുടെ ലൊക്കേഷനിൽ നിന്ന് പോകും. അതിനുള്ള പണിയൊക്കെ ഈ സുകുമാരി വെച്ചിട്ടുണ്ട് അവൾക്ക്. ഈ സമയം പ്രിയങ്ക പോകാനായിട്ട് ഹീൽസൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുമായിരിക്കും. അത് കാണുന്നതും സുകുമാരി പറയണേ, മോളെ, ഈ ചെരുപ്പേ ഇന്ന് എനിക്കിടണം, ഇന്ന് മുത്തശ്ശി ഇതിട്ട് നിൽക്കാം. ഈ സിനിമയിലെ പ്രൊഡ്യൂസറിൻ്റെ ഗമ എന്താണെന്ന് അവൾ നേരിട്ടൊന്ന് കാണിച്ചു കൊടുക്കണ്ടേ. അല്ല മുത്തശ്ശി, ഇത് ഹീൽസാണ്, മുത്തശ്ശിക്ക് ഇതിട്ടാൽ നടക്കാൻ പറ്റുമോ? ഞാനൊന്ന് ശ്രമിച്ച് നോക്കട്ടെ. എന്താണെങ്കിലും വണ്ടി വരാൻ ഇനിയും ടൈമുണ്ടല്ലോ, ആ സമയം ഇതിട്ട് നടന്നൊന്ന് പ്രാക്ടീസ് ചെയ്യാം. സൂക്ഷിച്ചു മുത്തശ്ശി, ശ്രദ്ധിക്കണേ, വീഴല്ലേ എന്നൊക്കെ പറഞ്ഞ് പ്രിയങ്ക സൂക്ഷിക്കാൻ പറയുവാണ്. അങ്ങനെ സുകുമാരി അതിട്ട് നടക്കാനായിട്ട് പാടുപെടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് പ്രിയങ്ക പറയണേ, മുത്തശ്ശിക്ക് നടക്കാൻ പറ്റുന്നില്ലല്ലോ, വെറുതെ റിസ്ക് എടുക്കണോ? സാരമില്ലെന്നേ, ഇവിടെയൊക്കെ ഒന്ന് നടന്ന് പ്രാക്ടീസ് ചെയ്യാം. എന്താണെങ്കിലും ഈ ചെരുപ്പിട്ടിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ആ രാധയ്ക്ക് ചെരുപ്പൊടി കാരണത്തിട്ടൊന്ന് കൊടുക്കണമെങ്കിൽ ഇത് വെച്ച് കൊടുത്താൽ അതൊരു 1.5 കൊടുക്കലായി ഇരിക്കുമല്ലോ. അത് കേട്ട് പ്രിയങ്ക പറയണേ, എൻ്റെ മുത്തശ്ശി സമ്മതിച്ചിരിക്കുന്നു, മുത്തശ്ശിയായേ ഇങ്ങനെ തന്നെ വേണം. എന്നാൽ പിന്നെ പ്രാക്ടീസ് തുടങ്ങിക്കോ. അങ്ങനെ പറഞ്ഞ് അവരവിടെ സന്തോഷത്തോടെ നിൽക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് ജയഭാരതി അമ്മ തൻ്റെ റൂമിലെ അലമാരീൻ്റെ ലോക്കറൊക്കെ തുറന്ന് അവിടെ തൻ്റെ സ്വർണ്ണം ആഭരണമൊക്കെ നോക്കുവാണ് കേട്ടോ. അങ്ങനെ അവിടെ എല്ലായിടത്തും നോക്കിയിട്ടും ആഭരണങ്ങൾ വെച്ച സ്ഥലത്ത് കാണുന്നില്ല. അതുകൊണ്ട് ജയഭാരതി ആകെ ടെൻഷനാകുക. ഈശ്വര, അത് ഞാൻ ഇവിടെയാണല്ലോ വെച്ചത്, എവിടെ പോയി? പത്മിനി, ഒന്നിങ്ങ് വന്നേ. അങ്ങനെ പത്മിനിയും അങ്ങോട്ടേക്ക് വരുമോ. പത്മിനി, ഞാൻ ഉർവശിയുടെ കയ്യിൽ നിന്ന് ലോക്കറിൻ്റെ താക്കോൽ വാങ്ങിച്ചായിരുന്നു, എന്തോ ഭാഗ്യത്തിന് അവിടെ തന്നു. പക്ഷേ ഇപ്പോൾ അവിടെ ആഭരണ പെട്ടി വെച്ച സ്ഥലത്ത് നോക്കുമ്പോൾ പെട്ടിയൊന്നും ഇവിടെ കാണുന്നില്ല. അമ്മ മര്യാദയ്ക്ക് നോക്കാത്തതുകൊണ്ടായിരിക്കും. എവിടെ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് പത്മിനിയും അവിടെ എല്ലാം നോക്കുക. അമ്മ പറഞ്ഞാൽ നേരാണല്ലോ, അത് കാണുന്നില്ലല്ലോ ഇപ്പോൾ. പത്മിനി, ഇതിന് പിന്നിൽ എന്തോ ഒരു കാര്യമുണ്ട്. ഞാനിവിടെ വെച്ച് ആഭരണ പെറ്റി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഉർവശി തന്നെയായിരിക്കും. ഇതങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ഇത് ഞാൻ ചോദിച്ചിരിക്കും, എനിക്കെൻ്റെ സ്വർണം തിരികെ വേണം. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശി പത്മിനിക്കൊപ്പം നേരെ ചെല്ലുന്നത് ഉർവശിയുടെ അരികിലേക്കാണ് കേട്ടോ. ഉർവശി. അന്നേരം ഉർവശി ചോദിക്കണേ, എന്തായത്, എന്തിനാ ഇങ്ങനെ ഒച്ച വെക്കുന്നത്? ലോക്കറിൽ വെച്ചിരുന്ന എൻ്റെ ആഭരണപ്പെട്ടി ഇപ്പോൾ കാണുന്നില്ല, അതെവിടെയാ? നീയാണോ എടുത്ത് മാറ്റിയത്? ഞാനൊരു ആഭരണ പെട്ടിയും കണ്ടിട്ടില്ല. നീ കാണാതെ എങ്ങനെ പോകാനാണ്? നീയല്ലേ ലോക്കറിൻ്റെ താക്കോല് സൂക്ഷിച്ചിരുന്നത്, അപ്പോൾ നീ അറിയാതെ എങ്ങനെയാ ലോക്കറിലിരുന്ന ആഭരണപ്പെട്ടി നഷ്ടപ്പെടുന്നത്? ഇത് കൊള്ളാം. അതെ, ഈ ലോക്കർ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം കൈകളാക്കി വെച്ചതാണോ? അല്ല, ഈ വീടിൻ്റെ ഉടമ്പ, അതായത് എൻ്റെ ഭർത്താവ് കണിമംഗലം ചന്ദ്രശേഖരൻ എന്നെ ഏൽപ്പിച്ചതല്ലേ, അപ്പോൾ അത് നോക്കേണ്ട ഉത്തരവാദിത്വം എൻ്റേതല്ലേ. പിന്നെ ഞാനവിടെ അങ്ങനെ ഒരു ആഭരണ പെട്ടി കണ്ടിട്ടില്ല. അന്നേരം പത്മിനി ചോദിക്കണേ, ഉർവശി എങ്ങനെ പറഞ്ഞ് ഇങ്ങനെയാണ് ശരിയാവുക? പിന്നെ അമ്മയുടെ ആഭരണപ്പെട്ടി എവിടെ? അതെവിടെ പോയാനാ? അതെന്താ വായുവിൽ അപ്രത്യക്ഷമായി പോകുമോ എന്ന് ജയഭാരതി ചോദിക്കുക.
ഇന്ന് അന്നേരം ഉർവശി പറയണേ, ഇതൊക്കെ എന്നോട് ചോദിച്ച് ഞാനെന്ത് പറയാനാണ്? അതെ, ഈ കണിമംഗലം വീട് മുഴുവൻ ബാങ്കുകാർ ജപ്തി ചെയ്തുകൊണ്ട് പോകാൻ പോയതാണല്ലോ. കണിമംഗലം വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ വീട് മാത്രമല്ല, വീട്ടിലെ സ്ഥാപന രംഗമ വസ്തുക്കൾ കൂടിയാ. അതായത് ഈ വീട്ടിലെ ആഭരണങ്ങളും അതുപോലെ അടുക്കളയിലിരിക്കുന്ന പാത്രം പോലും നിങ്ങളുടെ സ്വന്തമല്ല. ഇപ്പോൾ അതെല്ലാം തിരിച്ചു പിടിച്ചതേ ആ സാറാമ്മയുടെ തന്ന പൈസയുടെ പുറത്താണ്. അങ്ങനെയുള്ളപ്പോൾ ആ സാറാമ്മേടത്തിനാണ് ഈ കണിമംഗലത്തെ ഓരോ സാധനങ്ങളുടെ മേലും അവകാശമുള്ളത്. അവരല്ലേ പൈസ ഇറക്കിയത്. പിന്നെ അമ്മ ഇത്രയും ചോദിച്ചത് കാരണം ഞാനൊരു കാര്യം പറയാം. അമ്മയുടെ ആഭരണപ്പെട്ടി ഉണ്ടല്ലോ, അത് സാറാമ്മയുടെ കൊണ്ടുപോയത്. അവർക്കത് വേണമെന്ന് പറഞ്ഞാൽ നമുക്കത് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ, നമ്മളിപ്പോൾ അവരുടെ ബാധ്യതയുള്ളവരല്ലേ. അതുകൊണ്ട് നമുക്കതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ വെറുതെ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. എന്നോട് ദേഷ്യപ്പെട്ടു എന്ന് വെച്ച് ഒന്നും കിട്ടാനും പോകുന്നില്ല. ഒന്നെങ്കിലേ സ്വർണത്തെക്കുറിച്ച് സാറാമ്മേടത്തോട് ചോദിക്കുക, അല്ലെങ്കിൽ ചന്ദ്രട്ടൻ വരുമ്പോൾ ചന്ദ്രട്ടനോട് ചോദിച്ച് എന്നെ വിട്ടേക്ക് എന്നും പറഞ്ഞ് ഉർവശി അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം ജയഭാരതി അമ്മ പറയണേ, അവൾ പറയുന്നതൊക്കെ കള്ളാണ് പത്മിനി. സ്വർണ്ണം എടുത്ത് മാറ്റിയതേ ഇവള് തന്നെയായിരിക്കും. നമ്മളെ ഒരു കാരണവശാലും ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് നടക്കുവാണ് ഇവിടെയുള്ള എല്ലാവരും. എന്നാലും യാത്രയൊക്കെ പോകാനായിട്ട് ആ സ്വർണം വിട്ട് പണം കൊടുക്കാമെന്ന് വിചാരിച്ചതല്ലേ, ആ പ്രതീക്ഷയും കൂടിയല്ലേ നഷ്ടപ്പെട്ടു പോയത്. ഇനിയിപ്പോൾ എന്തു ചെയ്യും പത്മിനി? അന്നേരം പത്മിനി അമ്മേനെ ആശ്വസിപ്പിക്കണേ, അമ്മ ഇങ്ങനെ വിഷമിക്കാതെ സമാധാനമായിട്ടിരിക്കും. നമ്മളെ ദൈവത്തിൻ്റെ അരികിലേക്കല്ലേ പോകാൻ തീരുമാനിച്ചത്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ വിധിയുണ്ടെങ്കിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അതിനെല്ലാം മറികടന്ന് നമ്മളവിടെ പോയിരിക്കും അമ്മേ. എന്നാലും എന്നെ വേദനിപ്പിക്കുന്നത് മറ്റൊന്നാണ്. ഒരു കുടുംബം പോലെ ജീവിച്ചിരുന്നവരല്ലേ ഇപ്പോൾ നമ്മളോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അതോർക്കുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു വിങ്ങൽ. എന്താണെങ്കിലും ഇതിങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. ഞാൻ പരമേശ്വരനോട്ടനോട് ഈ കാര്യം പറയാം. വേണ്ട പത്മിനി, അവനിതറിയണ്ട. അവനിതിനെക്കുറിച്ച് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവനെ അപമാനിക്കുന്ന രീതിയിൽ അവരോരോന്നും പറയുള്ളൂ. അതവന് കൂടുതൽ വിഷമമാകും. വെറുതെ അവൻ എന്തിനെ വിഷമിപ്പിക്കുന്നത്? എന്താണെങ്കിലും നമ്മുടെ മക്കളെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടില്ലേ? നമ്മുടെ ഏറ്റവും വലിയ ശക്തിയായിരുന്നില്ലേ നമ്മുടെ വരുണിൻ്റെ രാധികയും? അവർ ഈ വീട് വിട്ടു പോയില്ലേ? അപ്പോൾ പിന്നെ കുറച്ച് സ്വർണ്ണം നഷ്ടപ്പെട്ടതിന് നമ്മൾ അത്ര വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. അതിലും വലിയ സ്വത്തല്ലേ നമുക്കിപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഇതിനെല്ലാത്തിനും ഒരു അവസാനമുണ്ടല്ലോ. ഇവരുടെ എല്ലാം അഹങ്കാരം ഒരു ദിവസം തീരും. അതുവരെ നമുക്കിതെല്ലാം സഹിച്ചേ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്ന് സങ്കടത്തോടെ പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് രാധിക സാധനങ്ങളെല്ലാം തയ്യാറാക്കിയതിന് ശേഷം അതെല്ലാം വിളിച്ചു വരുത്തിയ വണ്ടിയിലേക്ക് വെക്കുവാണ്. അങ്ങനെ രാധികയുടെ സഹായത്തിനായിട്ട് അവിടെ ദേവനും യശോദയൊക്കെ ഉണ്ടാകും. മോളെ, ഇതൊക്കെ ഇനി അവിടെ ചെല്ലുമ്പോൾ ഇറക്കി വെക്കാനും വിളമ്പി കൊടുക്കാനുമായിട്ട് ആരെങ്കിലും സഹായത്തിന് വേണ്ടി വരില്ലേ? ഞങ്ങൾ രണ്ടുപേരും നിൻ്റെ കൂടെ വരണോ? അതൊന്നും വേണ്ടച്ചാ. ഞാനോട് വിളിച്ച് ചോദിച്ചായിരുന്നു. അന്നേരം വിളമ്പാനുള്ളവരെ നിങ്ങൾ തന്നെ കൊണ്ടുവന്നോളാനാണ് പറഞ്ഞത്. ഞാൻ 2 പേരെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അല്ല മോളെ, മോളെയും കൂടി ചേർത്ത് അപ്പോൾ 3 പേരല്ലേ ഉള്ളത്? 3 പേരൊരു കാര്യത്തിന് പോകുക എന്ന് പറഞ്ഞാൽ അത് നല്ലതല്ലല്ലോ. ഈ സമയം വരണം അങ്ങോട്ടേക്ക് വരുക. അതിനാര് പറഞ്ഞു 3 പേരാ പോകുന്നതെന്ന്? ഞാനും ഇയാളുടെ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ പ്രശ്നം തീർന്നല്ലോ. അല്ല വരണോ? വരണം, എൻ്റെ കൂടെ ഒന്നും വരണ്ട. അതെന്താടോ അങ്ങനെ? ഇവിടെ അടുത്ത സ്ഥലങ്ങളിൽ താൻ പൊതിച്ചോറ് കൊണ്ടുപോകാൻ പോയപ്പോൾ കൂടെ വരാമെന്ന് പറഞ്ഞപ്പോൾ താൻ സമ്മതിച്ചില്ല. ഇതിപ്പോൾ ഇത്രയും ദൂരമല്ലേ, പിന്നെന്താ പ്രശ്നം? എന്നാലും വേണ്ട വരുൺ, അവിടെ വരുണിന് തിരിച്ചറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലോ? അത് വരുണിന് ബുദ്ധിമുട്ടാവും. അന്നേരം ദേവനും പറയണേ, ശരിയാ മോനെ, രാധിക മോൾ പറയുന്നത്, മോൻ പോകണ്ട. എൻ്റെ അച്ഛ, നമ്മൾ ചെയ്യുന്ന എന്ത് ജോലിക്കും അതിൻ്റേതായ മാന്യതയുണ്ടല്ലോ. പിന്നെന്തിനാ അതിനൊരു കുറച്ചിലായിട്ട് കാണുന്നത്? എനിക്കതൊരിക്കലും ഒരപമാനമല്ല. അച്ഛനറിയോ, ഞാൻ വിദേശത്തൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തെ അച്ഛനും അമ്മ അയച്ചു തരുന്ന കാശിനല്ല ഞാൻ എൻ്റെ പഠിത്തമൊക്കെ മുമ്പോട്ട് കൊണ്ടുവരുന്നത്. അവിടെ ഞാൻ ഇതുപോലുള്ള പല പല ജോലികൾ ചെയ്തിട്ടുണ്ട്. ഞാനവിടെ ഒരു ഹോട്ടലിൽ വരെ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ പാത്രങ്ങൾ കഴുകിയ മറ്റുമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊന്നും ഇല്ലാത്ത എന്ത് നാണക്കേടാ ഇപ്പം തോന്നുന്നത്. അന്നേരം ദേവൻ പറഞ്ഞേ, അത് അന്യനാട്ടിലല്ലേ? ആയിക്കോട്ടെ, നാടേതായാലും എന്താ, ചെയ്യുന്ന ജോലിയൊന്നല്ലേ. അതുകൊണ്ട് അച്ഛനും അമ്മയും ഇതിന് തടസ്സം പറയരുത്. എടാ രാധികെ, വാ നമുക്ക് പോകാം. അച്ഛാ, വരുൺ പറയുന്നത് കേട്ടില്ലേ? അന്നേരം ദേവനൊന്നും മിണ്ടാതെ നിൽക്കുക. ഈ സമയം വരുൺ പറയണേ, അച്ഛൻ സമ്മതിച്ചു. ഇനി താനായിട്ട് വെറുതെ മുടക്കൊന്നും പറയാൻ നിൽക്കേണ്ട. വന്നേ, തൻ്റെ കൂടെ ഇന്ന് ഞാനും വരാൻ തീരുമാനിച്ചു. അങ്ങനെ രാധികയും പിന്നെ വരുണിനെ തടയുന്നില്ല കേട്ടോ. അന്നേരം രാധിക പറയണേ, അത് ചേട്ടാ, ഞങ്ങളുടെ പിന്നാലെ വന്നാൽ മതി. എന്നാൽ ശരിയച്ചാ, അമ്മേ ഇറങ്ങുവാണേ. അങ്ങനെ പറഞ്ഞ് വരുണിൻ്റെ ഒപ്പം സ്കൂട്ടറിൽ കയറി രാധിക അവിടെ നിന്ന് പോകുവാണ്. അവരുടെ പിന്നാലെ ആ വണ്ടിക്കാരനും പോകുവാണ് കേട്ടോ. ഈ സമയം യശോദ ദേവനോട് പറയുന്നുണ്ട്, രാധിക മോള് വലിയൊരു പ്രതീക്ഷയിലാണ്. അവൾ അതിൻ്റെ സന്തോഷത്തിലാണ്. എല്ലാം ഭംഗിയായി നടന്നാൽ മതിയായിരുന്നു അല്ലേ ദേവേട്ടാ? അതേടോ, എല്ലാം ഭംഗിയാവും.
പിന്നീട് കാണിക്കുന്നത് പത്മിനി പരമേശ്വരനെയും കൂട്ടി പൂജാമുറിയുടെ മുമ്പിലെത്തുവാണ്. എന്നിട്ട് തൻ്റെ കഴുത്തിലുണ്ടായിരുന്ന താലിമാലയിൽ ആ സ്വർണത്തിൻ്റെ മാല ഊരിയിട്ട് പകരം ആ താലിയെടുത്തൊരു മഞ്ഞച്ചരടി കോർക്കുവാണ്. ഇതൊക്കെ കണ്ട പരമേശ്വരൻ എന്താ സംഭവം എന്ന് മനസ്സിലാക്കാൻ നിൽക്കുക. എന്നിട്ട് ആ മഞ്ഞച്ചരട് പരമേശ്വരന് കൊടുത്തിട്ട് പറയാണ്, ഏട്ടാ ഏട്ടൻ തന്നെ ഈ താലിമാല എൻ്റെ കഴുത്തിൽ ചാർത്തി തരണം. എടോ അതെന്തിനാടോ ഇപ്പം ഇങ്ങനെയൊക്കെ? താൻ സ്വർണത്തിൻ്റെ മാലയിലായിരുന്നല്ലോ നേരത്തെ താലി ചാർത്തിയിരുന്നത്, ഇപ്പോൾ എന്തിനാ അത് ഈ ചരടിലേക്ക് മാറ്റിയത്? അത് പിന്നെ ഏട്ടാ, നമ്മൾ യാത്രയൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അമ്മയുടെ കയ്യിലുള്ള ആഭരണം വിറ്റ് പണം കണ്ടെത്താന്നല്ലേ തീരുമാനിച്ചത്? അത് വേണ്ട, അത് ശരിയായ കാര്യമല്ലല്ലോ. അതുകൊണ്ട് എൻ്റെ ഈ താലിമാല പണയം വെച്ചിട്ട് യാത്രക്കുള്ള പണമൊക്കെ ഒരുക്കിക്കോ. അത് കേൾക്കുന്നതും പരമേശ്വരൻ പറയണേ, എടോ അമ്മയുടെ ആഭരണങ്ങളെല്ലാം ഉർവശി കൈക്കലാക്കിയോ? തൻ്റെ സംസാരത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം വന്നാൽ അതിൻ്റെ പിന്നിലെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. താനെന്തിനാടോ എന്നോട് ഇങ്ങനെ മറക്കാൻ ശ്രമിക്കുന്നത്? തനിക്ക് കള്ളം പറയാൻ തീരെ അറിയില്ല. എടോ നമ്മൾ യാത്ര പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭംഗിയായിട്ട് തന്നെ നമ്മൾ പോവുകയും ചെയ്യും. അതിന് തൻ്റെ ഈ താലിമാല പണയം വെക്കേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെ പറഞ്ഞ് ആ മഞ്ഞച്ചരടിൽ നിന്നും താലി ഊരിമാറ്റി അത് സ്വർണത്തിൻ്റെ ആ മാലയിൽ തന്നെ കോർത്തിട്ട് അത് പത്മിനിയുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്കുക. ഇതെ തൻ്റെ കഴുത്തിൽ തന്നെ കിടക്കണം. നമ്മുടെ യാത്രക്ക് പോകാനുള്ള പണമൊക്കെ എൻ്റെ തന്നെ ഒരു പഴയ അക്കൗണ്ടിൽ കുറച്ച് പണം കിടപ്പുണ്ട്. അത് മതിയാകും നമുക്ക് പോയിട്ട് തിരിച്ചു വരാനൊക്കെ. അതുകൊണ്ട് അതിൻ്റെ കാര്യം ഓർത്ത് താൻ ടെൻഷൻ ആവേണ്ട കേട്ടോ. എടോ ഞാൻ എൻ്റെ സമയമാകുമ്പോൾ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാവുന്ന സമയത്ത് താൻ എൻ്റെ അരികിൽ വന്നിരിക്കുമ്പോഴുണ്ടല്ലോ, തൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലിമാല ഉണ്ടല്ലോ, അവസാനമായിട്ട് എൻ്റെ കണ്ണിൽ വന്ന് മുട്ടണം. എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളും എങ്കിലും ഞാൻ നേടിയെടുക്കണ്ടേടോ. അങ്ങനെ പരമേശ്വരൻ്റെ ആ സ്നേഹത്തിന് മുമ്പിൽ സന്തോഷം വന്ന് കണ്ണുകൾ നിറഞ്ഞ പരമേശ്വരനെ കെട്ടിപ്പിടിക്കുവാണ്ടോ പത്മിനി. പിന്നീട് കാണിക്കുന്നത് വരണൻ രാധികയും കൂടി ആ മാനേജർ അയച്ച ലൊക്കേഷനിലുള്ള സ്ഥലത്തെത്തുന്നതാണ്. അങ്ങനെ ആ ഒരു സ്ഥലത്തെത്തുന്നതും വരും ചുറ്റുപാടും നോക്കിയിട്ട് പറയണേ, ഇവിടെ രാധികെ ഇത് കണ്ടിട്ട് എന്തോ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലം പോലെ ഉണ്ടല്ലോ, ഇവിടെ തന്നെയാണോ വരാൻ പറഞ്ഞിരിക്കുന്നത്? അതേ വരും, ലൊക്കേഷനുള്ള സ്ഥലം ഇത് തന്നെയാണ്. ദേ അയാൾ വരുന്നുണ്ട്. അങ്ങനെ മാനേജർ അവരുടെ അരികിലെത്തുക. ഈ സമയം വരും ചോദിക്കണേ, അല്ല സാറേ എന്താ ഇവിടെ, എന്ത് ഫംഗ്ഷൻ ഇവിടെ നടക്കുന്നത്? ഇവിടെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ പോലെ ഉണ്ടല്ലോ, എന്താ ഇവിടെ പരിപാടി? അന്നേരം അയാൾ പറയണേ, അത് ഇവിടെയുള്ള ഒരാളുടെ പിറന്നാളാണ്, അതിനു വേണ്ടിയിട്ടാണ് സദ്യയൊക്കെ അറേഞ്ച് ചെയ്തത്. അല്ല നിങ്ങൾ എത്രയും പേർ കൂടെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചോ, പിന്നെ വിളമ്പാനായിട്ട് നിങ്ങളധികം ബുദ്ധിമുട്ടേണ്ടി വരില്ല. ഇവിടെ പ്രൊഡക്ഷനിൽ തന്നെ ആവശ്യത്തിന് ആൾക്കാരുണ്ടല്ലോ. അല്ല സാർ എന്താ ഈ സിനിമയുടെ പേര്? ആരുടെയാ ഈ സിനിമ? അതൊക്കെ എന്തിനാ ഇപ്പം നിങ്ങൾ അന്വേഷിക്കുന്നത്? വേഗം സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ നോക്ക്. അന്നേരം വരണ്ണൻ്റെ ആദ്യം സംശയത്തോടെ നോക്കുവാണ്. അല്ല ഇയാൾ എന്തിനാ ഈ കാര്യം നമ്മളോട് പറയാതെ മറച്ചു വെച്ചത്? എന്തേലും ആവട്ടെ, വരും, നമുക്ക് സമയം കളയാതെ അതെല്ലാം എടുത്ത് വെക്കാം. അങ്ങനെ വരണൻ രാധികയും പിന്നെ കൂടാതെ പ്രൊഡക്ഷനിലുള്ള 2-3 പേരും കൂടി ചേർന്ന് ഓരോ സാധനങ്ങളായിട്ട് ഇറക്കി വെക്കുവാണ്. ഈ സമയം മുത്തശ്ശിയാണെങ്കിൽ ഓടി പ്രിയങ്കയുടെ അരികിലേക്ക് എത്തുക. ദേ പ്രിയങ്കമോളെ നോക്കിക്കേ, ആരൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന് നോക്കിക്കേ. അങ്ങനെ വരുണ്ണൻ രാധികയും കാണുന്നതും പ്രിയങ്കയ്ക്ക് സന്തോഷമാകണേ. അങ്ങനെ അവസാനം അവൾ നമ്മുടെ കാൽ കീഴിൽ തന്നെ എത്തി. അല്ലേ മുത്തശ്ശി? പിന്നല്ലാതെ. ഇനി നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. അവളെ ഇന്ന് നമ്മുടെ കാല് പിടിച്ച് കരയും. അതിനുള്ള അവസരമൊക്കെ ഈ മുത്തശ്ശി ഉണ്ടാക്കും മോളെ. ഈ സമയം വരുണൻ്റെ അധികം കൂടി ആ പാത്രമൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുവാണ്. അന്നേരം വരുൺ അവിടെയുള്ള പ്രൊഡക്ഷൻ പോയിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല ഏതാ ഈ പടം, സിനിമയുടെ പേരെന്താ? അതൊന്നും എനിക്കറിയില്ല സാറേ, ദേ ആ വരുന്നതാണ് സിനിമയുടെ പ്രൊഡ്യൂസർ. അങ്ങനെ അങ്ങോട്ടേക്ക് ചൂണ്ടിക്കാണിക്കുമ്പോഴായിരിക്കും കേട്ടോ സുകുമാരി അങ്ങോട്ടേക്ക് വരുന്നത് കാണുന്നത്. അന്നേരം വരുണിൻ്റെ ആദ്യമൊക്കെ കാര്യം മനസ്സിലാകുക. വരുൺ പറയണേ, എടോ ഇപ്പം മനസ്സിലായില്ലേ, നമ്മളെ കൊണ്ടിവിടെ ഭക്ഷണം എത്തിച്ചതിന് പിന്നിലെ ആ സുകുമാരി അമ്മയും പ്രിയങ്കയുമാണ്. അവരുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയാത്ത കാര്യമൊന്നുമല്ലല്ലോ. നമ്മളെ നാണം കെടുത്തണം, അപമാനിക്കണം. ഇനി ഈ അപമാനമൊക്കെ സഹിച്ച് ഇവിടെ നിൽക്കണോ? നമുക്കിപ്പോൾ തന്നെ തിരിച്ചു പോയിക്കൂടെ രാധികയും? ഈ സമയം രാധിക പറയണേ, വരുൺ നമ്മൾ പേടിച്ച് പിന്മാറിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിനെ നേരം ഉണ്ടാകുള്ളൂ. എന്താണെങ്കിലും നമ്മളിവിടെ നമ്മുടെ ജോലിക്ക് വേണ്ടി വന്നതല്ലേ, നമുക്കത് ചെയ്ത് തീർത്തിട്ട് തന്നെ പോകാം. അങ്ങനെ രാധികയും വരണം ധൈര്യത്തോടെ തന്നെ അങ്ങോട്ടേക്ക് ചെല്ലുക. അന്നേരം സുകുമാരൻ ചോദിക്കണേ, എടോ തന്നോടെ ഞാൻ പറഞ്ഞത് എന്താ, നല്ലൊരു സ്ഥലത്തു നിന്ന് തന്നെ ഭക്ഷണം വാങ്ങണമെന്നല്ലേ? തനിക്ക് വേറെ ആരെയും കിട്ടിയില്ലേ? അല്ല മാഡം, ഇത് നല്ല സദ്യയാ, ആറ്റുവാശ്ശേരി സദ്യ. എന്ത് ആറ്റുവാശ്ശേരി സദ്യയോ? കേട്ടിട്ടില്ലല്ലോ ഈ പേരും. ഓ, സ്വന്തമായിട്ടിപ്പോൾ കുടുംബമൊന്നുമില്ലാത്തവർ അന്യൻ്റെ കുടുംബ പേരാണല്ലേ ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സുകുമാരി ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഇവളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന ഈ ഫുഡൊക്കെ വായി വെച്ച് കഴിക്കാൻ കൊള്ളാവുന്നതാണോ അല്ലയോ എന്നൊക്കെ കഴിച്ചിട്ട് പറയാം. ഈ ഭക്ഷണം ഇവിടെ വിളമ്പണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ആളെ ദാ വരുന്നതേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശി പറകിലേക്ക് ചൂണ്ടുവാണ്. ഈ സമയം പ്രിയങ്കയാണെങ്കിൽ,
അഹങ്കാരത്തോടെ വരുണിൻ്റെ രാധികയുടെ മുമ്പിലേക്ക് നടന്നു വരുവാണ്. അങ്ങനെ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് വരുണും രാധികയും അവിടെയുള്ള എല്ലാവർക്കും ഭക്ഷണവും കറികളും ഒക്കെ വിളമ്പി കൊടുക്കുവാണ്. ഈ സമയം അവിടെയുള്ള ആ ഡയറക്ടറും ആ സിനിമയിലെ ബാക്കിയുള്ള അംഗങ്ങളും ആ സിനിമാ നടിയൊക്കെ വളരെ ആസ്വദിച്ച് തന്നെ ഭക്ഷണം കഴിക്കുവാണ്ടോ. എല്ലാവർക്കും ഭക്ഷണമൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുവാണ്. ഈ സമയം സുകുമാരിയാണെങ്കിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാണ്. ആ ഭക്ഷണം വായി വെച്ച് കഴിഞ്ഞ് അപ്പം തന്നെ തുപ്പിക്കളയണേ. അയ്യേ, എന്തൊരു കറിയാണ് ഇതൊക്കെ, ഇതൊന്നും വായി വെച്ച് കൂട്ടാനും കൊള്ളുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് പല കുറ്റങ്ങളും വിളിച്ചു പറയുന്നുണ്ട്. പിന്നീട് ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം പ്രിയങ്ക രാധികയോട് പറയണേ, ഒന്നും ഒരു കാശിനും കൊള്ളില്ല, ഇത്രയും മോശമായ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നിനക്കൊക്കെ ഇനി ബാക്കി പൈസ കൂടി തരണമെന്നോ? തരാൻ പറ്റില്ല എന്ന് സുകുമാരി തറപ്പിച്ച് പറയുക. അന്നേരം വരുൺ പറയണേ, അതെ, ഞങ്ങൾ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൈസ ഞങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ അതെങ്ങനെ വാങ്ങണമെന്ന് ഞങ്ങൾക്ക് നല്ലപോലെ അറിയാം. ഇതേ നിങ്ങളുടെ ലൊക്കേഷനാണ്, ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാകാതെ നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അത് കേൾക്കുന്നതും സുകുമാരി പറയണേ, ഓ അപ്പം നീ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുമെന്നാണോ പറയുന്നത്? എന്നാൽ അതെനിക്കൊന്ന് കാണണമല്ലോ, നീ ഒന്ന് ഉണ്ടാക്കടാ, എൻ്റെ സിറ്റി കയറി പ്രശ്നം ഉണ്ടാക്കാനും മാത്രം നിനക്ക് ധൈര്യമുണ്ടോ എന്നും പറഞ്ഞ് വെല്ലുവിളിയോടെ നിൽക്കുന്ന സുകുമാരിനെയാണ് കേട്ടോ പ്രൊമോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്